നമുക്ക് റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ട് ഒരു ട്രൈ ലെയർ റൈസ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ഞാൻ കൊറിയാണ്ടർ മിൻറ്റ് റൈസും ടൊമാറ്റോ റൈസും പിന്നെ ഒരു പ്ലെയിൻ റൈസുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസ് അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുത്തതാണിത്. ഇതിനെ കൊണ്ട് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്കായ്, ഇത് 3ഉം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഉള്ളി കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം. വളരെ ചെറിയൊരു കഷ്ണം മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വാടി വരുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ 4.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 3 കപ്പ് റൈസിന് 4.5 കപ്പ് വെള്ളം, 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ ഇത് അടച്ചു വെച്ച് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. തിളക്കുന്നത് വരെ ഒരു അല്പം നല്ല ഹൈ സ്പീഡിലും അത് കഴിഞ്ഞൊരു മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. ഒരു 10 മിനിറ്റ് കൊണ്ട് റൈസ് റെഡിയാവും. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മറ്റുള്ള റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കൈ നിറയെ പുതിനയില, ഒരു കൈ നിറയെ മല്ലിയില, 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, 3 പച്ചമുളക്, ഇത്രയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊറിയാണ്ടർ മിൻറ്റ് റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് വഴറ്റണം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൊറിയാണ്ടർ മിൻറ്റ് പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, 5-8 ബീൻസ് ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 100-150 ഗ്രാം വരെ കോളിഫ്ലവറും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 പകുതിയുടെ നീര് മാത്രം മതി. കൂടുതലായാൽ പുളി കൂടിപ്പോവും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് 10-15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗീ റൈസിൽ നിന്നും പകുതിയോളം എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിരത്തി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. ഈ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വെക്കാം.
ഇതിവിടെ മാറ്റി വെച്ച് നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 5 കാഷ്യൂ നട്ട്സും ചേർക്കാം. കാഷ്യൂ നട്ട്സിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു ഉള്ളിയുടെ പകുതിയാണ് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർക്കാം. ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി കട്ട് ചെയ്തത്, 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തത്, ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി വഴറ്റാം. ഉള്ളി നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസ് തക്കാളിയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് തക്കാളി ഒരു 10 മിനിറ്റ് വേവിക്കണം. തക്കാളി നന്നായിട്ട് വെന്തുടയണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളി ഇവിടെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ള് കായം, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത് 3ഉം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറ്റണം. കുറച്ച് സമയം ഇതുപോലെ വഴറ്റി കൊടുത്തിട്ട് ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോ റൈസിൻ്റെ മസാലയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ ബാക്കി വെച്ച റൈസിൽ നിന്നും പകുതി എടുത്തതിന് ഇതിലേക്ക് ചേർക്കാം. മുഴുവനായിട്ട് ചേർക്കണ്ട, അല്പം പ്ലെയിൻ റൈസും ആവശ്യമുണ്ട്. ബാക്കി വെച്ചതിൽ നിന്നും പകുതി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർക്കാം. അതും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമ്മുടെ ടൊമാറ്റോ റൈസും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ട്രൈ കളർ റൈസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതുപോലെ ഒരു സ്ക്വയർ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമില്ല. അതിലേക്ക് ആദ്യം ടൊമാറ്റോ റൈസ് ഏറ്റവും താഴെയായിട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. അതിൻ്റെ മുകളിൽ പ്ലെയിൻ റൈസും അതേപോലെ സെറ്റ് ചെയ്യാം. മൂന്നാമതായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കൊറിയാണ്ടർ മിൻറ്റ് റൈസും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഇത് വെക്കാൻ. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി വെക്കാം. പ്ലേറ്റ് മാറ്റാം. ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് സൈഡിലുള്ളതൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ട്രൈ കളർ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ടൊമാറ്റോ റൈസിൻ്റെ പുളിയും കൊറിയാണ്ടർ മിൻറ്റ് റൈസിൻ്റെ നല്ലൊരു ഫ്ലേവറും ഒക്കെ ഒരു പ്രത്യേക രുചിയാണ് ഈ റൈസിന്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.